വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന 105 വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം ഇന്ന് നടക്കും. മേപ്പാടി പഞ്ചായത്തിലെ വെള്ളത്തോട് മുട്ടിലിലാണ് വീടുകളുടെ നിർമ്മാണം. 8 സെന്റ് ഭൂമിയിൽ നിർമ്മിക്കുന്ന വീടിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായി ദുരന്തബാധിതർക്ക് കൈമാറും. മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും. മുട്ടിൽ പ്രധാന റോഡിനോട് ചേർന്നാണ് ദുരന്തബാധിതർക്കായി 105 ഭവനങ്ങൾ ഒരുങ്ങുന്നത്. 11 ഏക്കറിലായി 1000 ചതുരശ്ര അടിയിലാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഭാവിയിൽ 2000 ചതുരശ്ര അടിയിൽ വീട് നിർമ്മിക്കാവുന്ന തരത്തിലാണ് രൂപകൽപ്പന. സർക്കാർ തയ്യാറാക്കിയ ലിസ്റ്റിൽ ഉൾപ്പെട്ട 105 പേർക്കാണ് വീട് നൽകുക. ദുരന്തബാധിതരുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് മേപ്പാടിയിൽ തന്നെ ഭൂമി കണ്ടെത്തിയതെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. കൽപ്പറ്റയിലേക്കും മേപ്പാടിയിലേക്കും ഒരുപോലെ എത്താൻ സാധിക്കുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറിയ ഭൂമിയിലാണ് വീട് നിർമ്മാണം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു അഭിമാന മുഹൂർത്തമാണ്. പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം നാളെ വയനാട്ടിൽ തുടക്കം കുറിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതാക്കന്മാർ, പാർട്ടിയുടെ മുഴുവൻ MP-മാർ, MLA-മാർ എല്ലാവരും സംബന്ധിക്കുന്ന ഈ നാട്ടിലെ ആബാലവൃതം ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു മഹത്തായ ചടങ്ങിൽ വെച്ച് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാളെ ഈ 105 വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയാണ്. 3 മുറികളും അടുക്കളയും മറ്റ് സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വീടിന്റെ ഘടന. ശുദ്ധജലവും വൈദ്യുതിയും ഉറപ്പാക്കും. 8 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കൾ പറഞ്ഞു. നേരത്തെ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ വീട് നൽകുമെന്നായിരുന്നു ലീഗ് പ്രഖ്യാപിച്ചത്. എന്നാൽ സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകുന്നുവെന്നാരോപിച്ചാണ് സ്വന്തം നിലയിൽ വീട് നിർമ്മാണം തുടങ്ങുന്നത്. ഇന്നുച്ചയ്ക്ക് വയനാട് മുസ്ലിം ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ ശിലാസ്ഥാപന ചടങ്ങുകൾ പാണങ്ങാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് മലയാളം, വയനാട്.